ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടായിരുന്നേ കോട്ടയത്ത്. അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വേണ്ടി പോവാണേ. രാവിലെ നമ്മളൊരു 9:45 ആയപ്പോഴാണ് ഇറങ്ങിയത്. ഒരു 12 മണി 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടുത്തെ വിസിറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ കയറിയത് കോട്ടയത്ത് തന്നെ കിളിക്കൂടാരം എന്ന് പറഞ്ഞ ഫാമിലി റെസ്റ്റോറൻ്റ് ആയിരുന്നേ. കയറി നമ്മൾ നല്ല പ്രതീക്ഷയോടെയൊക്കെയാണ് പോയത്. ഒരുപാട് വിഭവങ്ങൾ ഒക്കെ നമ്മളവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. സീ ഫുഡ് ഐറ്റംസൊക്കെ ആവശ്യത്തിനുണ്ടായിരുന്നു. പിന്നെ കപ്പ, അപ്പം, പൊറോട്ട, ചോറ്, മീൻസ് ഊണ്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ട് നമ്മൾ ഓർഡറൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് നമ്മളിരുന്ന സൈഡിൽ പുറത്തോട്ട് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഓർഡറിന് ആൾ വന്നിട്ട് നമ്മളെല്ലാം ഇന്നത് വേണം, സംഭവം ഇതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഹോട്ടലും മീൻസ് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. വലിയൊരു ഹോട്ടൽ പോലെ അല്ലെങ്കിലും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ഇതായിരുന്നു അവിടെ നമ്മളിരുന്നതിൻ്റെ അവിടെ ബാക്കിലുള്ള ഒരു വ്യൂ. നല്ല രസമുണ്ടായിരുന്നു. ഓർഡർ എടുക്കാൻ വന്ന ആൾ അതുണ്ട്, ഇതുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, അങ്ങനെ നമ്മൾ 4-5 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു. ട്രാവൽ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മീനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത് കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഒരു സെറ്റ് കപ്പ പെട്ടെന്ന് തരാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് കപ്പ പിന്നെ മീൻ ചാറോട് തന്നു. അങ്ങനെ അത് കഴിച്ചപ്പോൾ ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ട്വിസ്റ്റ് വന്നത് ചോറ് മീൻസ് നമുക്ക് ഊണ് വന്നപ്പോഴാണ്. ചോറ് എനിക്ക് തോന്നുന്നു ഒരുപാട് വേവുന്ന ടൈപ്പ് അരിയായിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം നമ്മളിവിടെ കായംകുളം ഏരിയയിലുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല ഇത്രയും അങ്ങ് വെന്ത ഒരു ഇതാണ് നമുക്കിവിടെ മീൻസ് അരി ആ ടൈപ്പാണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ചോറാണെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് എല്ലാവരും ഫുള്ളായിട്ട് ആരും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പോസ്റ്റായിരുന്നു. കറികളൊക്കെ 1-2 കറികളൊക്കെ ഓക്കെ ആയിരുന്നു, ചിലതൊക്കെ പോസ്റ്റായിരുന്നു. അതുപോലെ നമ്മൾ പൊടിമീൻ, കൊഞ്ച് റോസ്റ്റ്, ക്രാബ് ഇതായിരുന്നു മേടിച്ചത്. നോൺ വെജ് പിന്നെ നമ്മൾ മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻ കറി. നമ്മൾ എന്തായിരുന്നു ക്രാബാണെങ്കിലും കൊഞ്ചാണെങ്കിലും പൊടിമീനാണെങ്കിലും അതിൽ മസാലാസ് ഒന്നും കറക്റ്റായിട്ടല്ലായിരുന്നു. മീൻസ് എത്രത്തോളം ചേർക്കണമെന്നൊന്നും അറിയാത്ത ഒരാൾ കുക്ക് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഉപ്പുമില്ല, ഉപ്പ് കൂടുതലുണ്ടോ അതില്ല, ഉപ്പ് കുറവുണ്ടോ അതില്ല, എന്നാൽ എരിവുണ്ടോ എരിവില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ ആ കറി തന്നതെല്ലാം. പിന്നെ ചോറാണെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ വെന്തിട്ടുള്ള ഓവർ കുക്ക്ഡായിട്ടുള്ള ചോറായിരുന്നു. കോട്ടയം ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല എക്സ്പെക്റ്റേഷനിലാണ് വന്നത്. പക്ഷേ ഒരു ആവറേജിന് പോലും നമുക്ക് കഴിച്ചിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മീൻസ് നമുക്ക് കറികൾ കിട്ടിയൊന്നും ടേസ്റ്റ് ഇല്ലായിരുന്നു, ടേസ്റ്റ്ലെസ് എന്ന് പറയാം നമുക്ക്. അതുപോലൊരു സിറ്റുവേഷനായിരുന്നു. പിന്നെ നമുക്ക് വയറ്റിന് ഇഷ്യൂസൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തോ കുക്ക് ചെയ്യാൻ അറിയാത്തവർ പോലും മീൻസ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കും എന്നുള്ളത് തോന്നുന്നില്ല കേട്ടോ, അറിയില്ല. പിന്നെ ആകെപ്പാടെ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കപ്പ ആ മീൻചാറ് മാത്രമാണ് നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഏരിയയിൽ പോയി അവിടെ എല്ലാം വിസിറ്റ് ചെയ്തു. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ പിന്നെ നമ്മൾ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 3-3:30 ആയെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ. ഒരു 3 മണി അതോ 4 മണിയായി, 4 മണിയോളം ആയി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ടീ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ അരമന ഹോട്ടലിലാണ് വന്നത്, കോട്ടയത്ത് അരമന ഹോട്ടൽ. അവിടുന്ന് നമ്മൾ ടീ, കോഫി അങ്ങനെയുള്ള എന്തെങ്കിലും കുടിച്ച് ചെറിയ സ്നാക്സ് അങ്ങനെ ഉദ്ദേശിച്ചാണ് നമ്മളവിടെ കയറിയത്. അങ്ങനെ നമ്മൾ പിന്നെ 3 പേര് ലെമൺ ജ്യൂസ് ഈ ഫ്രഷ് ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോഫി, ചായ, പിന്നെ നമ്മൾ ഏത്തയ്ക്കാപ്പായിരുന്നു ഓർഡർ ചെയ്തത്. നല്ല മഴയായിരുന്നു. അപ്പോൾ ആ ഒരു മഴയിൽ വൈബായിക്കോട്ടെന്ന് വിചാരിച്ച് നമ്മൾ മസാല ദോശ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ, പക്ഷേ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ തട്ടുകട നോക്കി ഇറങ്ങി, ദോശ കിട്ടുമെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ഒരിടത്ത് കയറിയപ്പം അവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ആര്യാസ് കണ്ടു. അങ്ങനെ നമ്മൾ ആര്യാസിൽ ഇറങ്ങിയിട്ട് എല്ലാവരും കൂടെ മസാല ദോശ, നമുക്ക് 5 പേർക്കും കഴിക്കാനുള്ള മസാല ദോശ മേടിച്ചിട്ടുണ്ടായിരുന്നേ.
നല്ല മസാല ദോശ. അതെല്ലാവർക്കും അറിയാമല്ലോ. ആര്യാസിലെ ഏറ്റവും സൂപ്പർ ആര്യാസ് അല്ലെങ്കിൽ ശരവണാസ്, അവിടെയൊക്കെ നമുക്ക് മസാല ദോശ നല്ല നല്ല അടിപൊളി നല്ല സൂപ്പറായിരിക്കും സാധാരണ റെസ്റ്റോറൻറ്റിനെക്കാട്ടിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയും മസാല ദോശയൊക്കെ കഴിച്ചിട്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് പാഴ്സലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മസാല ദോശയും അതിൻ്റെ കൂടെ ഒരു വടയുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മീൻസ് ഈ ടൊമാറ്റോ ചട്നി നല്ല സൂപ്പറായിരുന്നു കേട്ടോ. സാമ്പാറും ചമ്മന്തി ഞാൻ എടുത്തേ ഇല്ലായിരുന്നു. ടൊമാറ്റോ ചട്നി ആണെങ്കിൽ എൻ്റെ തീർന്നു കഴിഞ്ഞപ്പം മീൻസ് അടുത്തിരുന്ന കൊലിങ്ങിനെയും കൂടെ മേടിച്ച് ഞാൻ കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ബോംബെ ധാബ. അവിടെ അപ്പം വെറൈറ്റീസ് സംഭവങ്ങളൊക്കെ കണ്ട് അതുപോലെ ഞാൻ അവിടുത്തെ ഫോട്ടോയും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വരുമ്പം വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പം 2 കളിക്കുടുക്കൾക്കും മസാല ദോശ കൊടുത്ത് 2 പേർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടെ. സാധാരണ കൊണ്ട് കൊടുക്കുന്നതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടു. കാരണം ആര്യാസിൽ നിന്ന് വാങ്ങിയതല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.